ഹലോ, നമസ്കാരം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഞാൻ എൻ്റെ എൽഫ് ലൈഫ് യൂട്യൂബ് ചാനൽ അത് ആണ് കേട്ടോ. ഇപ്പോൾ 19ാമത്തെ എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ എനിക്ക് 19ാമത്തെ എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് നടത്തണേ കേട്ടോ. അപ്പോൾ അതിന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെല്ലാം ചെയ്യുന്നവർക്ക് വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഗൾഫ് ലൈഫാണല്ലോ. അപ്പം ഞാനങ്ങനെ മസ്കറ്റിൽ ഒരു വീട്ടിൽ നിന്നു. ആ വീട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചെങ്കിലേ, പുലർച്ചെ 4 മണിക്ക് എണീക്കണം. നമ്മൾ നല്ല 10-12 മണിക്ക് നേരത്തൊക്കെ എടുക്കുക. നല്ല ഉറക്കം നേരത്തെ പിടിച്ചിട്ട് നമ്മൾ എണീച്ചില്ലെങ്കിൽ അവിടെ ഒരു തള്ളയുണ്ട്. ആ തള്ള വന്ന് കാലുകൊണ്ട് അങ്ങോട്ട് തട്ടും. ഗും 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 എന്നും പറഞ്ഞിട്ട് പൊന്നേ. എന്നിട്ട് അവിടെ നിന്ന് എണീച്ച് പോയി ആട്ടും കൂടെ അയച്ചിട്ട് ആട്ടങ്ങളെ മുഴുവൻ മരുഭൂമിയിൽ 1 കിലോമീറ്റർ ദൂരെ കൊണ്ടുപോകണം. നടന്ന് ആട്ടങ്ങളെയും കൊണ്ടുപോയി മരുഭൂമിയെ കൊണ്ടുപോയി അവിടെ ആക്കി തിരിച്ച് വരുമ്പോഴേക്കും ഒരു 2 മണിക്കൂറാവും. അവിടെ നിന്ന് പതുക്കെ തിരിച്ച് വന്ന് വീട്ടിൽ വന്ന് പണികൾ ചെയ്യണം, ക്ലീൻ ചെയ്യണം, അവർക്കുള്ള ചായ ഉണ്ടാക്കണം, അതുണ്ടാക്കി കൊടുക്കണം. പിന്നെ ക്ലീനിങ്, തുണി കഴുകൽ, പിന്നെ ഉച്ചഭക്ഷണം ഉണ്ടാക്കൽ. അയ്യോ, നമുക്ക് വിശന്ന് വയ്യാണ്ടാവും, ഉറങ്ങാണ്ടുള്ള ക്ഷീണം. അങ്ങനെ അത് ഉച്ചയാകുമ്പോഴേക്കും അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും 2 മണി ആകുമ്പോഴേക്കും തുണിയോട് മടക്കി വെച്ച് അതെല്ലാം റെഡിയാക്കി ഒരു 3 മണിയാകുമ്പോൾ വീണ്ടും പോകണം, മരുഭൂമിയിൽ കൂടെ പോകണം. മരുഭൂമിയിൽ കൂടെ പോയി ആട്ടങ്ങൾ പല സ്ഥലത്താവും. അവിടേനൊക്കെ ഒരു തലയ്ക്കെന്ന് ആട്ടി 10-25 ആടുണ്ട്. ഒരു തലയ്ക്കെന്ന് ആട്ടി പതുക്കെ കൊണ്ട് നമ്മൾ തളർന്ന് വയ്യാണ്ടാവും. അങ്ങനെ കൊണ്ടുവന്ന് കൂട്ടിൽ കയറ്റണം. കൂട്ടിലൊക്കെ കയറ്റി കഴിഞ്ഞ് പിന്നെ വൈകുന്നേരത്തെ പണി അതുമെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ മണി 12 ആവും. ഈ 12 മണിക്ക് കിടന്ന് കഴിഞ്ഞാൽ ഒന്ന് കണ്ണടയ്ക്കുമ്പോഴേക്കും വരും കാലോട്ട് തട്ടാൻ എണീക്കാൻ പറഞ്ഞിട്ട്. പിന്നെ വീണ്ടും അതന്നെ. പിന്നെ ഈ ആട്ടങ്ങളെ തള്ള കറക്കും. 4 ആടിനെ കറന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പാലുണ്ടാവും. വലിയ ആട്ടങ്ങളാട്ടാ. ഈ പാല് മുഴുവൻ കൊണ്ടുവന്നിട്ട് ഇതിനെ പകൽ മുഴുവൻ വെയിലത്ത് വെച്ച് വൈകുന്നേരം റൂമിലേക്ക് എടുത്ത് വയ്ക്കും. എന്നിട്ട് അതിനെ പിറ്റേ ദിവസം ഈ ആട്ടങ്ങളെ കൊണ്ടാക്കി വന്നു കഴിഞ്ഞാൽ ഈ വീട്ടിലത്തെ പണി കഴിഞ്ഞിട്ട് ഇതിനെ വലിയൊരു തൊട്ടിയിൽ അങ്ങോട്ട് ഒഴിക്കും. തൊട്ടിയിൽ അഴിച്ച് ഇങ്ങനെ കെട്ടി അങ്ങോട്ട് ഞാത്തിട്ടിട്ട് നമ്മളിരുന്ന് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഉറക്കം തൂങ്ങുകയും ചെയ്യും. 1 മണിക്കൂറിൻ്റെ മുകളിലാട്ടണം. അങ്ങനെ ആട്ടി അതിൽ നിന്ന് വെണ്ണേനെ മാറ്റണം, മോര് വേറെ ആക്കണം. അതങ്ങനെ ചെയ്യണം. അതങ്ങനെ ചെയ്ത് അതും കഴിഞ്ഞ് അവർക്ക് ഉച്ചഭക്ഷണം ഈ നെയ്ച്ചോറൊക്കെ വയ്ക്കുക. അത് വെച്ച് കഴിഞ്ഞാൽ കോഴീന് അങ്ങനെയൊക്കെയാണ് വെക്കുക കേട്ടോ. ഇറച്ചി ഇന്ന് കോഴിയാണെങ്കിൽ നാളെ മട്ടൻ, മറ്റന്നാൾ ഒട്ടകം, അതിൻ്റെ പിറ്റേ ദിവസം മീൻ, അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ. അത് വെച്ച് വെള്ളം പോലെ വയ്ക്കണം. അത് വെച്ച് വലിയൊരു വട്ടത്തിലുള്ള പാത്രത്തിൽ പരത്തി അതിൻ്റെ മുകളിൽ ഈ ചിക്കൻ വെച്ചത് വെള്ളം പോലെ വയ്ക്കുക. അതൊക്കെ പറക്കിയിട്ട് ഇവർക്കത് സലാഡ് ഉണ്ടാക്കണം, കൊണ്ടുവയ്ക്കണം. ഈ തൈര് മോര് കൊണ്ടുവന്ന് വെച്ച് കൊടുക്കണം. ഭയങ്കര കഷ്ടപ്പാടാണ്. പെരുന്നാൾ വന്നു കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റില്ല. പെരുന്നാൾ വന്നു കഴിഞ്ഞാൽ നോമ്പിൻ്റെ സമയത്ത് രാവിലെ 5 മണിക്ക് എണീക്കണം, പിള്ളേരെ വിടണം. അത് കഴിഞ്ഞിട്ട് അവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. അത് കഴിഞ്ഞ് വീട്ടിലെ പണി മുഴുവനും കഴിക്കണം. അത് കഴിഞ്ഞ് ഇത്തിരി നേരം കിടക്കാൻ പറ്റില്ല. തുണികൾ കഴുകണം, ആ തുണികൾ മുഴുവൻ തേക്കണം, അതൊക്കെ മടക്കി വെക്കണം. പിന്നെ രാത്രി ഇവർക്ക് നേരം വെളുക്കണ വരെ തീറ്റുക. നോമ്പ് വാങ്ക് കൊടുക്കണ വരെ ഇവർ തിന്നും. നമ്മൾ 1 മണിക്കൂറൊക്കെ ഒന്ന് കെടുക്കുക. അവിടെ നിന്ന് എണീക്കണം. വീണ്ടും ഇവർക്കുള്ള ഭക്ഷണം 2 മണിക്ക് എണീച്ചിട്ട് ഇവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. അതൊക്കെയും കഴിഞ്ഞ് പെരുന്നാൾ വന്നു കഴിഞ്ഞാൽ ആകെ ഒരു ഉടുപ്പ് അങ്ങനെ എടുത്ത് തരും. അതാണ് തരിക. പെരുന്നാൾ വന്നാൽ ചിലപ്പോൾ ഒരു 5 റിയാലും തരും. പെരുന്നാൾ വന്നു കഴിഞ്ഞാൽ ഇറച്ചി മുറിക്കുന്നതിനൊപ്പം നമ്മളിരിക്കണം. പിന്നെ ഇറച്ചി മുഴുവൻ മഞ്ഞപ്പൊടിയിട്ട് കഴുകി വാരി മഞ്ഞപ്പൊടിയിട്ട് വലിയൊരു ചെമ്പിൽ അടപ്പത്ത് വെച്ച് അതിനെ വേവിച്ച് വെയിലത്തിട്ട് ഉണക്കണം.
എന്നിട്ടത് ഫ്രീസറിൽ വെക്കണം. പിന്നെ കമ്പിൽ കുത്തി ഇറച്ചീനെ കമ്പിലിങ്ങനെ കുത്തിയിട്ട് കണലിൽ വേവിക്കണം. അവർക്ക് അത് ശരിയാക്കി കൊടുക്കണം. അതിൻ്റെ ഇടയിൽ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെയും നോക്കണം. ഭഗവാനെ, ആരും ഗൾഫിൽ പോവല്ലേ ഏട്ടാ, പോണത് കഷ്ടകാലം നേരത്താട്ടാ. പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇഷ്ടം പോലെ കാശുണ്ടാവും, കിട്ടും, അല്ലെങ്കിൽ കുറേ സ്വർണ്ണങ്ങൾ മേടിക്കാൻ സുഖമാണ്. ഗൾഫ് എന്ന് കേട്ട കഴിഞ്ഞാൽ സന്തോഷമാണ്. നമ്മൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാട്ടോ നമ്മൾ പോവുക. അപ്പം അങ്ങനെ ഗൾഫ് വിശേഷങ്ങൾ കുറേ ഉണ്ട് കേട്ടോ പറയാൻ. അപ്പോൾ ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുക കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് മറക്കരുത്, ഷെയർ മറക്കരുത്, ലൈക്ക് മറക്കരുത് ഏട്ടാ. ഇനി അടുത്ത എപ്പിസോഡിൽ പറയാം കേട്ടോ. നന്ദി, നമസ്കാരം കേട്ടോ.